ഹായ് പ്രിയരെ, ഇന്ന് ഞാൻ പുതിയൊരു ലൊക്കേഷനിലാണ്. ഇന്ന് തമിഴ്നാട്ടിലൊന്നുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ മായിത്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. സുനിലേട്ടൻ്റെ കൃഷിത്തോട്ടത്തിലാണ്. പൊന്നോണം വരവായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കേരളത്തിലെ ഒട്ടുമിക്ക കൃഷിക്കാരും പൂക്കൃഷിയാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പൂന്തോട്ടം ഒന്ന് കാണാം. എത്ര ഏക്കറിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്? നമ്മൾ 2.5 ഏക്കർ സ്ഥലത്തായിട്ട് 30,000 വരുന്ന ചെണ്ടുമല്ലിയും വാടാമല്ലിയാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഇരിക്കുന്നത് ചെണ്ടുമല്ലിയാണ്. മെയിനായിട്ടുള്ളത് ചെണ്ടുമല്ലിയാണ്. ചെണ്ടുമല്ലി തന്നെ 3 കളർ, അതായത് സ്നോ വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ വാടാമല്ലി ഉണ്ട്. അതോടൊപ്പം തന്നെ തുമ്പ കൃഷിയുണ്ട്. ഇതിൻ്റെ കൃഷി രീതികളൊക്കെ എങ്ങനെയാണ്? കൃഷി നമ്മൾ ജൂലൈ മാസം 5-ാം തീയതിയാണ് തൈ നട്ടത്. തൈ നമ്മൾ പെരുമ്പടത്തുള്ള ഒരു ഫാമിൽ നിന്ന് എടുത്തതാണ്. ശ്രീകുമാർ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഹൈബ്രിഡ് തൈകളാണ്. അത് ഇപ്പം 62-63 ദിവസമായി. അത്തത്തിൻ്റെ അന്ന് നന്നായിട്ട് വിടർന്ന തരത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ടും കോഴിവളവും വേപ്പും പിണ്ണാക്കുമാണ് അടിവളമായിട്ട് കൊടുത്തിട്ടുള്ളത്. ട്രിപ്പ് ഫെർട്ടിക്കേഷൻ സംവിധാനമാണ്. ജലസേചനം നമ്മൾ കൃത്യമായിട്ട് മോട്ടോർ ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് വെള്ളം വരുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് നമ്മുടെ കൃഷി രീതികൾ. വിപണന സാധ്യതയൊക്കെ എങ്ങനെയാണ്? വിപണനം നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ലോക്കൽ മാർക്കറ്റാണ്. നമ്മൾ അതായത് നമ്മുടെ പ്രാദേശികമായ വിപണനമാണ്. നമ്മൾ ഇവിടെ വന്ന് വാങ്ങിക്കും. പിന്നെ അതോടൊപ്പം തന്നെ പൂവിൻ്റെ അളവിൻ്റെ അനുസരിച്ച് നമ്മൾ ഹൈവേയിലേക്ക് പോകും. ഹൈവേ സൈഡിൽ സ്റ്റാൾ ഇട്ടുകൊണ്ട് വിൽപ്പന നടക്കും. ഇത് കംപ്ലീറ്റ് വിറ്റഴിഞ്ഞ് പോകുമല്ലോ അല്ലേ? പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉത്രാടത്തോട് പോകും തീർന്നു, രാവിലെ തീർന്നു. അപ്പോൾ ഇത്തവണ ഉത്രാടം വൈകും വരെ നമുക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഈ ഹൈവേ സൈഡിലിട്ടാണ് വിൽക്കുന്നത്? അല്ല, ഇവിടെയാണ് പ്രധാനമായിട്ടും തോട്ടത്തിട്ടാണ് വിൽക്കുന്നത്. പിന്നെ അവസാന നിമിഷത്തേക്ക് ഉത്രാടത്തിൻ്റെ മാത്രം നമ്മൾ ഹൈവേയിലേക്ക് മാറും. ഈ റീറ്റെയിലായിട്ട് വിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും വന്നിട്ട് കളക്ട് ചെയ്യുക? റീറ്റെയിൽ ഹോൾസെയിലുകാർക്ക് വില, പക്ഷെ അവർ വില തരത്തില്ല. അത് കാരണം അവർ കൊടുക്കത്തില്ല. നമ്മൾ ഡയറക്റ്റ് തന്നെ. അതെ. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണോ? അല്ല, ഞാനിപ്പോൾ തുടർച്ചയായിട്ട് 4ാമത്തെ വർഷമാണ് ചെയ്യുന്നത്. കൃഷിഭവനിൽ നിന്നോ ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാങ്കേതിക സഹായങ്ങൾ കിട്ടുന്നുണ്ടോ? സബ്സിഡികളോ എന്തെങ്കിലും അങ്ങനെ? അല്ല, സർക്കാരിന്റെ കൃഷിഭവൻ ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം 16,000 രൂപ നമുക്ക് പ്രോത്സാഹനമായിട്ട് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് പദ്ധതികളൊന്നും ഇല്ല. എന്നാലും പഞ്ചായത്തും കൃഷിഭവനും ചേർന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മളിത് നടപ്പാക്കിയിട്ടുള്ളത്. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കുറേ വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കളായിരുന്നു ഇവിടെ വന്നിട്ടിരുന്നത്. അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ജൈവമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. തന്നെ മറ്റ് കീടനാശിനികളൊന്നും പ്രയോഗിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേരളത്തിലെ ചെറിയ കർഷകരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് പൂക്കൃഷി കൂടാണ്ട് എന്തെങ്കിലും പച്ചക്കറി കൃഷി അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇപ്പം നമ്മൾ പൂക്കൃഷി, ഞാൻ പച്ചക്കറി കർഷകനാണ്. പക്ഷേ ഓണം പ്രമാണിച്ച് നമ്മൾ പൂക്കൃഷിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതാണ്. എങ്ങും കാണാത്തൊരു ഇതാണ് തുമ്പ കൃഷിയുടെ ചെയ്തിരിക്കുന്നത് സംഭവം. അതെ, തുമ്പ നമ്മൾ ചെയ്യാൻ കാരണം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ചെടിയാണല്ലോ. അപ്പോൾ അതിനെ ഒന്ന് പുനരാവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പാക്കിയതാണ്. ഒന്ന് കാണിച്ചു കൊടുത്തത്. തേനീച്ചയുടെ ഒക്കെ ബഹളമാണ് തുമ്പയിൽ കേട്ടോ. നമ്മുടെ തിരുവോണത്തിന് ഇതും ചിലവായി പോകുമോ? അല്ലേ, ഇത് വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? വാടാമുല്ലയാണ്. വാടാമുല്ല കൃഷി ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വിളവായി നിൽക്കുന്ന ചെടികളാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഓണത്തിന്, തിരുവോണത്തിനൊക്കെ ആയിട്ട്, ഉത്രാടത്തിനും തിരുവോണത്തിനൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. നല്ല രസത്തോടെ ഒന്ന് കാണിച്ചു കൊടുക്കുക.